ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ കാണാൻ. അപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ. ചങ്ങാടല്ലേ അവിടെ? അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ സെലക്ട് ചെയ്ത സ്ഥലം ബേപ്പൂർ ബീച്ചാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണല്ലോ. പിന്നെ പോരാത്തതിന് നമുക്ക് ഈ ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ട് ഫസ്റ്റ് വൈകുന്നേരമായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബേപ്പൂർ ബീച്ച് കുറച്ച് വൈകിട്ടാണ് കാണാനും ഒക്കെ ഒരു രസം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ബാക്കിലുണ്ട് നമ്മളെ കണ്ടാ അറിയില്ല. In 150 meters, turn right onto Old Military Road. Turn right onto Old Military Road, then continue straight past Katokkara Nirma Cafe. ജങ്കാറല്ലേ? ജങ്കാറുണ്ടോ അങ്ങോട്ട് ചാരിയത്തേക്ക് പോകാൻ? നമ്മൾ വരുമ്പോൾ കണ്ടില്ലേ അവിടെ ബോട്ട് വരുമ്പോൾ. അപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെ കാർ പാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ ഒരു ബോട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബോട്ട് യാത്രയ്ക്ക് വേണമെങ്കിൽ നമുക്കതിൽ കയറി പോകാം. പിന്നെ അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം പോകും കേട്ടോ. ബോട്ട് അങ്ങോട്ടൊക്കെ തിരിഞ്ഞ് വരുമ്പോൾ എന്തായാലും 1 മണിക്കൂർ എന്ന് ജസ്റ്റ് പറഞ്ഞത് അവർ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിൽ കയറിയില്ല, കാരണം പിന്നെ നമുക്ക് വൈകും. അപ്പോൾ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് പിന്നെ അടുത്ത കാഴ്ചകളിലേക്ക് പോവാണ്. ബോട്ട് സ്ഥലമില്ലല്ലേ? അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്തു. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടെ നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടത് എന്താണെന്നറിയാം, ആ നമ്മൾ ബേപ്പൂര് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പരമ്പരാഗതമായിട്ട് തന്നെ തടിക്കപ്പലുകൾ, ഉരു എന്നൊക്കെ പറയുന്നത്, തടിക്കപ്പൽ അതൊക്കെ നിർമ്മിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ബേപ്പൂര്. അപ്പോൾ അതിൻ്റെ മാതൃകയിൽ അവിടെ അങ്ങനെ ചെറുത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങളിനി അങ്ങോട്ട് നടന്നു പോവുകയാണ് ബാക്കിയുള്ള കാഴ്ചകളായിട്ട് കാണാം. അപ്പോൾ ബോട്ടിൽ എന്തായാലും കയറിയില്ല. നമ്മൾ വരുമ്പോൾ തന്നെ ഒരു വലിയ ബോട്ട് നിൽക്കുന്നുണ്ട്, അതുപോലെ പിന്നെ സ്പീഡ് ബോട്ടുകളുണ്ട്. അപ്പോൾ അതിലൊന്നും കയറിയില്ല. വണ്ടി പാർക്ക് ചെയ്തു, ഇനി നമുക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ലവ് ബേർഡ്സ് ഒന്നല്ല, ഒറിജിനൽ പക്ഷികൾ. എന്ത് കായകൾ അല്ലല്ല, ഇതേ കുഞ്ഞി കിളികൾ, മറ്റേ അടയ്ക്കാക്കിളി പോലത്തെ. ലൈറ്റാണ്, ലൈറ്റ്. പിന്നെ ഇത് എൻട്രൻസ് അല്ല കേട്ടോ. എൻട്രൻസ് വേറെ സൈഡിൽ കൂടെയാണ്. ശരിക്ക് നല്ലൊരു വഴിയുണ്ട്. ഞങ്ങൾ ഈ സൈഡിൽ കൂടെ കയറി. അപ്പോൾ ഇതിൽ കൂടെ പോയിട്ട് പിന്നെ അപ്പുറത്തേൽ കൂടെ വന്നു. അപ്പോൾ ഈ സൈഡിൽ കൂടെയുള്ള ഒരു വഴി കൂടിയാണ് വന്നത്. അപ്പോൾ സന്ധ്യാസമയമായിട്ടുണ്ട്. സൂര്യൻ അസ്തമിച്ചിട്ടൊന്നുമില്ല, പക്ഷേ സൂര്യൻ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇത് അപ്പുറത്തേൽ കൂടിയാണ് എൻട്രൻസ്.
ബീച്ചിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ ഉപ്പിലിട്ട് ഐറ്റംസൊക്കെ. അതല്ലാണ്ട് ഞാനൊരു സംഭവം കൂടി കണ്ടുവച്ചിട്ടുണ്ട്, ഐശ്വരതി. അത് കോഴിക്കോട് ബീച്ചിൽ മാത്രം കാണുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പോണു സൂര്യൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക മുങ്ങിട്ട്. നമ്മൾ മെയിൻ എൻട്രൻസ് കയറി വരുമ്പോൾ ഇതുപോലൊരു നടപ്പാതയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇത് സുഖമായിട്ട് ഇതുപോലെ നടക്കാം. പക്ഷേ നേരത്തെ ഞാൻ കാണിച്ചല്ലോ, ഞാൻ സൈഡിൽ കൂടിയുള്ള വഴി കൂടിയാണ് വന്നത്. എന്നിട്ട് പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങി അങ്ങനെയൊക്കെ അവിടെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറി. അപ്പോൾ ഈ നടപ്പാത അങ്ങനെ കുറച്ചധികം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ പോണതേ പുലിമുട്ടില്ലേ, പുലിമുട്ടിലേക്കാണ് പോണത്. കടലിലേക്ക് ഇങ്ങനെ എന്താ പറയുക, നീണ്ടു നിൽക്കണ പുലിമുട്ടുണ്ട്. അത് നമുക്ക് അവിടെ അറ്റം വരെ ഇങ്ങനെ സുഖമായിട്ട് നടന്നു പോവാം. അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ അതാണ് അത് ഫറോക്ക് ആ ഭാഗത്ത്. ഇത് കരുവന്തിരിക്ക്, ഇത് ചാലിയം, ബേപ്പൂര്. ഇതിൽ ഓരോ സ്ഥലത്തെ പ്രത്യേകതകൾ പറയുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ ശരിക്കും ബേപ്പൂര് കോഴിക്കോട് ജില്ലയിലെ പ്രധാന വാണിജ്യ മത്സ്യബന്ധന തുറമുഖമാണ് ബേപ്പൂര്. അപ്പോൾ പണ്ട് മുതലേ തന്നെ മധ്യപൂർവ്വ ദേശങ്ങളിലൊക്കെ കപ്പൽ ചരക്ക് ഗതാഗതമൊക്കെ നടന്നിരുന്ന സ്ഥലമാണ്. അതാണ് അവിടെ ഈ പരമ്പരാഗത തടിക്കപ്പലുകൾ നിർമ്മിക്കുന്നത്. നേരത്തെ ഞാൻ കാണിച്ചില്ല, അതിൻ്റെ മോഡല് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കാണിച്ചുല്ലോ. അപ്പോൾ അതിനേറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ബേപ്പൂര്. പിന്നെ അപ്പോൾ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഈ പുലിമുട്ടിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ അപ്പുറത്തും അതുപോലെ ഒരെണ്ണം കൂടിയും കാണാനുണ്ട്. അപ്പോൾ ഇതേതാ, ഇത് ചാലിയാർ പുഴയാണ് കേട്ടോ. ശരിക്കും ചാലിയാർ പുഴ അറബിക്കടലിൽ ചേരുന്ന ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ബേപ്പൂർ തുറമുഖത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. കേരളത്തിലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 2ാം സ്ഥാനം തോന്നുന്നു, പണ്ട് കാലത്ത് 2ാം സ്ഥാനം തോന്നുന്നു ബേപ്പൂർ തുറമുഖത്തിന്. അതായത് ഇപ്പം എത്ര സ്ഥാനമാണെന്ന് അറിയില്ല. ഇപ്പോൾ വിഴിഞ്ഞൊക്കെ വന്നതുകൊണ്ട് വിഴിഞ്ഞൊക്കെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന തുറമുഖമാണല്ലോ. പിന്നെ കൊച്ചിയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം അറിയില്ല, മുൻപ് ബേപ്പൂർ തന്നെയായിരുന്നു. പിന്നെ പ്രധാനമായിട്ട് ഈ വാണിജ്യമൊക്കെ നടക്കണ, അതായത് പ്രധാനമായിട്ട് ലക്ഷദ്വീപിലേക്കുള്ള ചരക്ക് നീക്കവും അതുപോലെ മത്സ്യബന്ധനവും അതെല്ലാം നടക്കുന്നത് ഈ ബേപ്പൂർ തുറമുഖത്തിൽ കൂടെയാണല്ലോ. കടൽ അഴിമുഖം. രസമായിട്ടാ. ഞാനിവിടെ നിന്ന് നോക്കുമ്പോഴേ ഈ പാറയം ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കല്ലുമ്മക്കായ തന്നെയാണോ
എന്നൊരു ഡൗട്ട് അങ്ങനെ സൂം ചെയ്ത് നോക്കുകയാണ്. കാരണം ഈ കോഴിക്കോട് കണ്ണൂർ സൈഡിലൊക്കെയാണ് ഇങ്ങനെ ഈ പാറയിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് കല്ലുമ്മക്കായൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അതിൽ കൂടെ പോകുമ്പോൾ തന്നെ കല്ലുമ്മക്കായൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ. അപ്പോൾ എന്താണെന്നറിയില്ല, പക്ഷേ ഈ പാറയിലൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ ഇവിടെ ആളുകൾ ചൂണ്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം. സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്നിട്ട് ഇവിടെ നന്നായി ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകണം. ഇപ്പോൾ അത്യാവശ്യം രാത്രിയായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലൈറ്റൊക്കെ തെളിഞ്ഞിരിക്കണോണ്ടും പിന്നെ ഈ കടലും ഇതൊക്കെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത്രയും കൂടി ഇരുട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതേ കണ്ടില്ലേ, ഇതൊരു കൊച്ചു കപ്പലാണോ അതോ ബോട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇത് ഈ തീരത്തേക്ക് അടുപ്പിക്കുന്നുണ്ട്. നങ്കൂരിടാനാന്ന് തോന്നുന്നു. ഇതിൻ്റെ ബേപ്പൂർ ഏറ്റവും ടോപ്പ് ഇപ്പോൾ ഞങ്ങൾ നടന്നിട്ട് ബേപ്പൂർ പുളിമുട്ടിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇതിങ്ങനെ കടലിലേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. കണ്ടോ? അപ്പോൾ ഇതാണ് വ്യൂ പോയിൻ്റ്. ഇത് ബേപ്പൂർ പുളിമുട്ടിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നിൽക്കണത്. ഇതാണ് ഇതിൻ്റെ വ്യൂ പോയിൻ്റ്. അപ്പോൾ അതിൽ കൂടെ ഇപ്പോൾ കാണുന്നത് അറബിക്കടലാണ്. ഈ കാണുന്നത് അറബിക്കടൽ. കണ്ടത് ഇവിടെ നിന്ന് ഇത്രയും നമുക്ക് വരാൻ പറ്റുള്ളൂ. ഇത്ര ഏറ്റവും ടോപ്പിലെത്തി. ഇതാണ് വ്യൂ പോയിൻ്റ്. അപ്പോൾ ഈ കാണുന്നത് അറബിക്കടൽ. ഇനി നമുക്ക് ഇപ്പുറം സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തൊരു ലൈറ്റ് കാണുന്നില്ലേ, അതാണ് ഇത് ബേപ്പൂർ പുളിമുട്ട്. അപ്പുറം സൈഡിൽ കാണുന്നില്ലേ ലൈറ്റ്, അത് ചാലിയം പുളിമുട്ടാണ്. ഇതേപോലെ തന്നെ കണ്ട അങ്ങോട്ടുണ്ട് ചാലിയം പുളിമുട്ട്. പിന്നെ ഞാൻ ഒന്നുകൂടി സൂം ചെയ്ത് തരാം. അവിടെ ലൈറ്റ് കാണുന്നില്ലേ, കണ്ടോ, ഒരു പച്ച ലൈറ്റ് കത്തുന്നുണ്ട്. അതാണ് ചാലിയം പുളിമുട്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഒഴുകുന്നതാണ് ചാലിയാർ റിവർ. അപ്പോൾ ചാലിയാർ റിവർ, ഈ ചാലിയാർ റിവറിൽ കൂടെ നേരത്തെ കപ്പൽ പോകണം കണ്ടില്ലേ. കപ്പലാണോ ബോട്ടാണോ എന്നറിയില്ല. അത് കപ്പലാണെന്ന് വിചാരിക്കണം, ഒരു കൊച്ചു കപ്പലാണെന്ന് വിചാരിക്കണം. അപ്പോൾ അത് ഇങ്ങോട്ട് വന്നിട്ടാണ് ബേപ്പൂർ തുറമുഖത്തേക്ക്, ഒന്നുകിൽ ബേപ്പൂർ തുറമുഖത്തേക്ക് എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്ത് ഇതേപോലെ തന്നെ ചാലിയം അഴിമുഖമാണല്ലോ അത്, അപ്പോൾ അങ്ങോട്ടേക്കാണോ എന്നറിയില്ല. എന്തായാലും ഒരു കപ്പൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നാലുള്ള കാഴ്ച. അപ്പോൾ അപ്പുറത്ത് ചാലിയം പുളിമുട്ടിലും അതേപോലെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ചാലിയം വ്യൂ പോയിൻ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. അല്ല അത് വലിയ വണ്ടന. അത്ര ഉയരത്തിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബേപ്പൂർ, മറ്റത് ചാലിയം. നടുവിലൂടെ ചാലിയം അപ്പുറത്തും കടൽ, ഇനി ചാലിയം അതിൻ്റെ അപ്പുറത്തും കടൽ. രണ്ടിപ്പോൾ ഒരേ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതും കാണാൻ പറ്റും, ചാലിയാറും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ അത് നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റിൽ നിന്നാലും നമുക്ക് മറ്റതും കാണാൻ പറ്റും. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്.
പിന്നെ ഇവിടെ വന്നപ്പോൾ വേറൊരു കാഴ്ച കാണാൻ കഴിഞ്ഞത് കുട്ടികളിങ്ങനെ സ്കേറ്റിംഗ് ബോർഡും അതുപോലെ സ്കേറ്റിംഗ് ഷൂസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതൊന്നുമല്ല, ഇതിവിടെ റെൻറ്റിന് കിട്ടുന്നുണ്ടേ. അപ്പോൾ ഇത് രാത്രി ആയപ്പോൾ ബോട്ടിംഗ് ഒന്നും ഇല്ല കേട്ടോ. എല്ലാ സ്പീഡ് ബോട്ടുകളും എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇനി മടങ്ങാണ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി മടങ്ങാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു, സ്ഥലമൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ സ്ഥലമൊക്കെ വരിക, ഇതൊക്കെ ഒന്ന് കാണുക, ആസ്വദിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.